വിധം പാർലമെന്റിൽ അംഗബലമുണ്ടാക്കാനുള്ള കുൽസിത ശ്രമങ്ങളാണ് കേന്ദ്രത്തിലെ BJP സർക്കാർ നടത്തുന്നതെന്ന് CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK അഷ്റഫ് ചൂണ്ടിക്കാട്ടി. വളരെ ജനാധിപത്യപരമായ സംഘടനാ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാണ് മറ്റ് പാർട്ടികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി പാർട്ടി കോൺഗ്രസും അതിന്റെ സംഘടനാ സമ്മേളനവും നടക്കുന്നു. സംഘടനാ സമ്മേളനം നടക്കുന്ന ഈ കാലയളവിൽ ഞങ്ങളുടെ കഴിഞ്ഞ 3 വർഷക്കാലത്തെ രാഷ്ട്രീയ സംഘടന തീരുമാനങ്ങളെ സംബന്ധിച്ചു ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നാളുകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ നടത്തേണ്ട പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും സംഘടനാപരമായ തീരുമാനമാണ് ഈ പാർട്ടി കോൺഗ്രസിൽ എടുക്കാൻ പോകുന്നത്. CPI എടത്തല ലോക്കൽ സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അങ്ങനെ പാർട്ടി കോൺഗ്രസിൽ ആ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഇന്നത്തെ ആനുകാലികമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായങ്ങൾ സംഘടനാ സമ്മേളനങ്ങളിലൂടെ രൂപീകരിക്കപ്പെടുകയാണ്. ഈ സമ്മേളനം നടക്കുന്ന കാലയളവ് നമ്മുടെ നാടിനെ ആകെ ഭയപ്പെടുത്തുന്നു, നമ്മളെ എല്ലാം വളരെ ആശങ്കയിലാക്കുന്ന ഒരു ഭരണകൂടമാണ് ഇന്ന് കേന്ദ്രം ഭരിക്കുന്നത് എന്നുള്ളതാണ്. ഇത്രയേറെ ഭദ്രമായ ഒരടിത്തറയും ഭരണഘടനയുമുള്ള നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ, നല്ലൊരു ശതമാനം ആളുകൾ വളരെ ഭയപ്പാടോടെയാണ് ഈ രാജ്യം ജീവിച്ചു പോകുന്നത്. ഭരണഘടനയെ മാനിക്കാത്തൊരു ഗവൺമെന്റ് എന്ന് സത്യത്തിൽ വേണമെങ്കിൽ പറയാം. ആ ഭരണഘടനയെ ഏത് സന്ദർഭത്തിൽ വേണമെങ്കിലും മാറ്റി എഴുതാനും ഇന്ത്യയുടെ ചരിത്രത്തെ മാറ്റിക്കുറിക്കാനും വളരെ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റാണ് BJPയുടെ ഗവൺമെന്റ്. ഭരണഘടന ഭേദഗതി ചെയ്യാൻ കഴിയുന്ന ഭൂരിപക്ഷം ലഭിക്കണമെന്നാണ് BJP ആഗ്രഹിച്ചത്. നിർഭാഗ്യവശാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതിന് മുൻപുള്ള തെരഞ്ഞെടുപ്പിൽ BJPക്ക് നൽകിയ പാർലമെന്റ് അംഗങ്ങളെക്കാൾ 60 പേരെ കുറച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ ജനങ്ങൾ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഫലം നൽകിയത്. ഈ ലക്ഷ്യം നിറവേറ്റാനാണ് ജനസംഖ്യാനുപാതികമായി BJPക്ക് വിജയിക്കാൻ കഴിയുന്ന തരത്തിൽ പുതിയ പാർലമെന്റ് മണ്ഡലങ്ങൾ രൂപവൽക്കരിക്കാൻ ഒരുങ്ങുന്നത്. BJPക്കെതിരെ പ്രതിപക്ഷ നിര ശക്തിപ്പെടുത്തുന്ന രീതിയിൽ നിലപാടുകൾ സ്വീകരിക്കുവാൻ കോൺഗ്രസിന് കഴിയുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്, BJPയുടെയും RSSന്റെയും രാഷ്ട്രീയ നയത്തെ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ജനതയും അംഗീകരിക്കുന്നില്ല. ഇന്ത്യയിലെ മതേതരവാദികൾ ഇന്ത്യയിൽ BJPയുടെയും RSSന്റെയും ഈ ആശയം നടപ്പിലാക്കാൻ ജനസംഖ്യയിൽ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ പോലും ഹിന്ദു സമുദായത്തിന്റെ പേരിൽ നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങളെയും നയങ്ങളെയും അവർ അംഗീകരിക്കുന്നില്ല. അതിന്റെ അർത്ഥം എല്ലാ ജാതി മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും അവകാശ അധികാരങ്ങളോടെ നമ്മുടെ രാജ്യത്ത് ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകണം എന്നാണ് ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ ആ BJPയെ പരാജയപ്പെടുത്താൻ കഴിയത്തക്ക വിധത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ ആശയങ്ങൾക്കനുസൃതമായി രൂപം കൊണ്ട ആ രാഷ്ട്രീയ ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ത്യയിൽ ഇന്ത്യ മുന്നണി ഉണ്ടായത്. യോഗത്തിൽ NK കുമാരൻ അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ കമ്മിറ്റി അംഗം A ശംസുദ്ദീൻ, മണ്ഡലം സെക്രട്ടറി PV പ്രേമാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. എന്നാൽ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുത്ത കോൺഗ്രസ് പാർട്ടിക്ക്
ഇന്ത്യ മുന്നണിയുടെ ലക്ഷ്യം എന്താണ്? ആ ലക്ഷ്യമെന്ന് പറയുന്നത് BJP RSS ഭരണത്തെ ഇന്ത്യയിൽ അവസാനിപ്പിക്കുക എന്നതായിരുന്നു ഏക ലക്ഷ്യം ഇന്ത്യ മുന്നണിയിലെ മുഴുവൻ ഘടകകക്ഷികൾക്ക്. എന്നാൽ ആ BJPയെ പരാജയപ്പെടുത്തുക എന്ന ഏക ലക്ഷ്യത്തിലേക്ക് പ്രവർത്തിക്കാൻ അതിന് നേതൃത്വം കൊടുത്ത കോൺഗ്രസ് പാർട്ടിക്ക് ആയില്ല എന്നതാണ്, ആ യോജിപ്പിലെത്താൻ കഴിഞ്ഞില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. വിശാലമായ മനസ്സോടെയും ലക്ഷ്യത്തിലെത്താനുള്ള പ്രവർത്തനങ്ങളുമാണ് പ്രധാനമെങ്കിൽ ആ ലക്ഷ്യം ഇന്ത്യയിൽ പൂവണിയാൻ കഴിയുന്ന ഒരു ഭൗതിക സാഹചര്യം രൂപപ്പെടുത്തിയെടുക്കുന്നത് സംഘടനാപരമായി രാഷ്ട്രീയമായി കോൺഗ്രസിന് വലിയ പരാജയമാണ് സംഭവിച്ചത്. അല്ലായിരുന്നുവെങ്കിൽ BJP ഗവൺമെന്റ് ഇന്ന് ഇന്ത്യയിൽ ഭരണകൂടത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. ഇനിയെങ്കിലും രാഷ്ട്രീയ വെളിച്ചപ്പാടോടെ രാഷ്ട്രീയ നിലപാടുകളിൽ മായം ചേർക്കാതെ ആ ദൗത്യം ഇന്ത്യയുടെ എല്ലാ ഇടങ്ങളിലും നടപ്പിലാക്കാൻ ആ BJP ഇതര മുന്നണികൾക്ക് കഴിഞ്ഞാൽ ഈ BJPയുടെ ഭരണം ഇന്ത്യയിൽ അവസാനിപ്പിക്കാം. ന്യൂസ് ബ്യൂറോ, ആലുവ.